റയലിൻ്റെ ട്രാൻസ്ഫർ ഡീലുകളെ പറ്റി എന്ന് ചർച്ച ചെയ്യുമ്പോഴും അതിൽ ടോണി ക്രൂസ് പ്രൊഫൈൽ മാച്ച് ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. 2 സീസണുകളിൽ 4 വിൻഡോയിലായി സ്പെയിനിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലുമൊക്കെ പെരസ് ഓടി നടന്ന് തിരഞ്ഞിട്ടും അതുപോലെ ഒരാളെ ബെർണബ്യൂവിൽ എത്തിക്കാനായില്ലെന്നത് ആശ്ചര്യമുണർത്തുന്ന കാര്യമാണ്. മുൻകാലങ്ങളിൽ ഒരു അടിയന്തര പരിഹാരം കാണാൻ പരിശീലകർ ആവശ്യപ്പെടുമ്പോൾ അക്കാദമി താരങ്ങളെ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി താൽക്കാലിക പരിഹാരം നടപ്പിലാക്കുക എന്നതായിരുന്നു പെരസിൻ്റെ രീതി. അതുപക്ഷേ ഇനി വിലപ്പോവില്ല. കാരണം റയലിൻ്റെ പരിശീലക കസേരയിൽ ഇപ്പോഴുള്ളത് സാക്ഷാൽ ഹോസെ മൗറീനിയോയാണ്. അയാൾ ആരാണെന്നും എന്താണെന്നും മറ്റാരെക്കാളും പെരസിന് നന്നായി അറിയാം. ആഞ്ചലോട്ടിയോ സാബിയോ അർബലോയോ അല്ല മൗറീനിയോ. അവർക്കാർക്കുമില്ലാത്തൊരു പരമാധികാരം ഹോസേക്ക് റയലിൽ പെരസ് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. മുമ്പ് സിനദിൻ സിദാന് അദ്ദേഹത്തിൻ്റെ ആദ്യ വരവിൽ നൽകിയതുപോലെ ഒരു പവർ. ടീമിൽ ആരൊക്കെ വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു കോച്ചിന് പരമപ്രധാനമായി വേണ്ട ഒരു അധികാരം. അതിൻ്റെ തെളിവുകൾ എണ്ണം പറഞ്ഞ 6 ട്രാൻസ്ഫറുകളായി നമുക്ക് മുന്നിലുണ്ട്. ഈ വിൻഡോയിൽ തന്നെ റയൽ ഇനിയും താരങ്ങളെ എത്തിക്കുമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. മിഡ്ഫീൽഡിലും ഡിഫൻസിലും ആളെ തിരയുന്ന റയലിന് ഇനിയുള്ള നാളുകൾ ഏറെ നിർണായകമാണ്. ഒരു ചെറിയ പിഴവ് വരുത്തി വെച്ച വിന കഴിഞ്ഞ 2 വർഷത്തെ ട്രോഫികളുടെ കണക്കായി പെരസിന് മുന്നിലുണ്ട്. ഇനിയും അത് തുടർന്നാൽ അത് ക്ലബിൻ്റെ പേരിന് കോട്ടം വരുത്തും. ട്രാൻസ്ഫർ വിൻഡോയിൽ എന്താണ് റയലിൻ്റെ ഇനിയുള്ള പ്ലാൻ? ആരൊക്കെ വാങ്ങും, ആരൊക്കെ വിൽക്കും? പരിശോധിക്കാം. റയൽ ആരാധകരുടെ മനസ്സിൽ റോഡ്രി എന്ന വിഗ്രഹം ഉയർന്നതും ഉടഞ്ഞതുമെല്ലാം പെട്ടെന്നായിരുന്നു. കാത്തിരുന്ന് കിട്ടിയ മാണിക്യം തങ്ങളുടെ ബദ്ധവരികൾ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് ഉള്ളു കലങ്ങിയിരുന്നവരാണ് ഓരോ മാഡ്രിഡിസ്റ്റുകളും. എങ്കിലും മുമ്പത്തേതുപോലെ പിറ്റാർച്ചിനെയും ഷൗമനെയും കമാവിങ്ങയും വിശ്വസിച്ച് പുതിയൊരു സീസണിന് ഇറങ്ങേണ്ടി വരില്ലെന്നൊരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. കാരണം റയലിലേക്കുള്ള മടങ്ങിവരവിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ തനിക്കൊരു ടെമ്പോ കൺട്രോളറെ വേണമെന്ന ആവശ്യം മൗറീനിയോ പെരസിനെ അറിയിച്ചിരുന്നു. ലോകകപ്പ് പ്രകടനങ്ങൾ നോക്കി ആ പ്രൊഫൈലുള്ള താരങ്ങൾക്ക് മാർക്കിടാൻ പെരസ് കാത്തിരുന്നു എന്നതാണ് സത്യം. മാർട്ടിൻ സുബിമെൻഡി. റോഡ്രിക്ക് പിന്നാലെ റയലുമായി ഏറ്റവും കണക്ട് ചെയ്യുന്നത് ഈ സ്പാനിഷ് താരത്തിൻ്റെ പേരാണ്. ബ്രൂണോ ഗുമെറസിൻ്റെ വരവോടെ ടീമിലെ തൻ്റെ റോൾ സംശയത്തിലായ സുബിമെൻഡി വീണ്ടും സ്പെയിനിലേക്ക് മടങ്ങിയെത്താൻ ശ്രമങ്ങൾ തുടങ്ങിയതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ സീസണിൽ റയൽ റഡാറിലുണ്ടായിരുന്ന താരത്തെ പെട്ടെന്നൊരു ഓഫർ നൽകിയാണ് ആർസനൽ കൂടാരത്തിലെത്തിച്ചത്. ഹോൾഡിംഗ് മിഡ്ഫീൽഡറായും ഓർക്കസ്ട്രേറ്ററായും കളിക്കുന്ന താരം പന്ത് ക്യാരി ചെയ്ത് മുന്നേറി ലോങ് റേഞ്ചർ ഗോളടിക്കാൻ കഴിവുള്ള താരവുമാണ്. എതിർ ടീം അറ്റാക്കുകളെ സ്വന്തം ഹാഫിലേക്ക് കടക്കും മുമ്പേ നിർവീര്യമാക്കാൻ റയലിന് ഇപ്പോൾ വേണ്ടതും ഇതുപോലെ ഒരാളെയാണ്. ലോകകപ്പിൽ കാര്യമായ അവസരമൊന്നും സുബിമെൻഡിക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് മാച്ച് ടൈം ഉറപ്പു നൽകാനാവുന്ന ഒരിടമായിരിക്കും താരം ഇക്കുറി തിരഞ്ഞെടുക്കാൻ സാധ്യത. അതിൽ മുൻപതിയിൽ റയൽ ഉണ്ടാവുമെന്ന് തീർച്ച. 65 മില്യണിന് കഴിഞ്ഞ വർഷം വാങ്ങിയ ക്ലബ്ബുമായി 4 വർഷത്തെ കരാർ കൂടി ബാക്കിയുള്ള താരത്തിനായി ആർസനൽ എന്തു തുക ചോദിക്കുമെന്ന് ആശ്രയിച്ചായിരിക്കും ഈ ഡീലിന്റെ ഭാവി. സുബിമെൻഡി കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നതൊക്കെ മുമ്പ് പലകുറി ചർച്ചയായ പേരുകളാണ്. ക്രിസ്റ്റൽ പാലസിന്റെ ആദം വാർട്ടനും AZ അൽക്കമാറിന്റെ ഡച്ച് താരം കീ സ്മിത്തും. നേരത്തെ ആദം വാർട്ടനുമായി റയൽ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൂടി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി. ഇംഗ്ലീഷ് താരങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ തുടരാൻ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. യുണൈറ്റഡിന്റെ വരവോടെ വാർട്ടൻ രണ്ടാമതൊന്ന് ചിന്തിപ്പിക്കുന്നതും അതുതന്നെയാണ്. 2029 ജൂൺ വരെ മാത്രമാണ് താരത്തിന് നിലവിൽ ക്ലബ്ബുമായി കരാറുള്ളത്. ഈ 3 വർഷ കരാറിന് ബദലായി റിലീസ് ക്ലോസ് നൽകി 22-കാരൻ വാർട്ടനെ ടീമിലെടുത്താൽ റയലിനത് നഷ്ടമാവില്ല. ഒരു ലോങ് ടേം പ്രോഡിജിയായി താരത്തെ റയലിന് ഉപയോഗപ്പെടുത്താം. അൽക്കമാറുമായി വെറും 2 വർഷ കരാർ മാത്രം ബാക്കിയുള്ള കീ സ്മിത്തും സമാന പ്രൊഫൈലുള്ള താരമാണ്. എന്നാൽ വെറും 20 വയസ്സ് മാത്രമുള്ള ഡച്ച് ലീഗിന് പുറത്ത് യാതൊരു പരിചയസമ്പത്തുമില്ലാത്ത കീ സ്മിത്തിന് ലാലിഗയുടെ ഭാരം താങ്ങാനാവുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക. ലോകകപ്പ് സെൻസേഷൻ അയ്യൂബ് വാദി ഒരു ഓപ്ഷനായി ഉണ്ടെങ്കിലും റയൽ ഇതുവരെ താരവുമായി ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല. തങ്ങളുടെ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ള സ്റ്റൈലല്ല താരത്തിൻ്റെതെന്ന് ഒരുപക്ഷെ മൗറീനിയോക്കും പെരസിനും തോന്നിയിരിക്കണം. ക്രൂസ് പോയതാണ് റയലിൻ്റെ മിഡ്ഫീൽഡിലെ പ്രശ്നമെങ്കിൽ പരിക്കുകളാണ് ഡിഫൻസിലെ തലവേദനയ്ക്ക് കാരണം. തുടർച്ചയായി ACL-ഏറ്റ പരിക്ക് മൂലം എഡർ മിലിറ്റാവോ പുറത്തിരിക്കുമ്പോൾ ഡീൻ ഹ്യൂസിൻ്റെ സെൻറ്റർ ബാക്ക് പെയറിംഗ് ആരാണെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. റുഡിഗറുമായി ടീം കരാർ പുതുക്കിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ചോയ്സ് ഓപ്ഷനായി പരിഗണിക്കാൻ സാധ്യതയില്ല. പുതുതായി ടീമിലെത്തിയ കൊനാട്ടയുടെ സ്ഥിതിയും അങ്ങനെ തന്നെ. പിന്നെയുള്ളത് റൗൾ അസെൻസിയോ ആണ്. പക്ഷേ സീസണിന് മുമ്പ് റയൽ ടീമിൽ നിന്നും ഓഫ്ലോഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കൂട്ടത്തിൽ ഈ സ്പാനിഷ് യുവതാരത്തിൻ്റെ പേരുണ്ട്. അങ്ങനെയെങ്കിൽ പെരസിന് മാർക്കറ്റിലൊന്ന് ഇറങ്ങി തപ്പേണ്ടി വരും. സ്ലോട്ടർബെക്ക്, ഉപ്പമെക്കാനോ എന്നിങ്ങനെ മുമ്പ് പറഞ്ഞു കേട്ട പേരുകൾ ഇനി വരാനിടയില്ല. പിന്നെയുള്ളത് ഇറ്റലിക്കപ്പുറം പുതിയ മേച്ചിൽപ്പുറം കാത്തിരിക്കുന്ന ബാസ്റ്റോണിയാണ്. ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കത്തിൽ ബാഴ്സയുമായി കണക്ട് ചെയ്ത് പറഞ്ഞിരുന്ന ഈ പേര് അടുത്ത കാലത്തൊന്നും ചർച്ചയായി കണ്ടില്ല. ഇരു കൂട്ടരും തമ്മിൽ നടത്തിയ ആദ്യ റൗണ്ട് ചർച്ചകൾ തന്നെ എങ്ങും എത്താതെ പോയെന്ന് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ റയലിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. ഫസ്റ്റ് ടീമിൽ ഇനി പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിലവിലെ സ്ക്വാഡിൽ നിന്നും റയലിന് ചിലരെ മറ്റു ടീമുകളിലേക്ക് വിടേണ്ടി വരും. അതായത് ആരെയെങ്കിലും വിറ്റാൽ മാത്രമേ പുതിയ ആളുകളെ വാങ്ങിയിട്ട് കാര്യമുള്ളൂ. പക്ഷേ പുറത്താക്കാനുള്ളവരുടെ ലിസ്റ്റിലെ പേരുകൾ റയലിന് അത്ര പെട്ടെന്ന് വിറ്റൊഴിവാക്കാൻ പറ്റുന്നവയല്ല. ചിലർക്ക് ടീം നൽകുന്ന സാലറിയാണ് വെല്ലുവിളിയെങ്കിൽ മറ്റു ചിലരുടെ ഇഞ്ചുറി ട്രാക്ക് റെക്കോർഡ് ഒരു വലിയ വിലങ്ങുതടിയാണ്. കമാവിങ്ങ, ഫെർലാൻ മെൻഡി, റൗൾ അസെൻസിയോ എന്നിവരാണ് റയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേരുകൾ. ഇതിൽ റൗൾ അസെൻസിയോക്ക് പ്രീ സീസൺ ക്യാമ്പിൽ വെച്ച് വീണ്ടും പരിക്കേൽക്കുകയും ചെയ്തു. റയലിൽ നിന്നും പുറത്തേക്ക് ഏതാണ്ട് ഉറപ്പിച്ചൊരു കൂടുമാറ്റം എൻട്രിക്കിൻ്റെതാണ്.
താരത്തിനായി ആസ്റ്റൺ വില്ല ഒരു ലോൺ ഡീലിന് ഒരുങ്ങുന്നുവെന്ന് വാർത്തകളുണ്ട്. എംബാപ്പയും എസ്പിയും ഉള്ളിടത്ത് തന്റെ അവസരങ്ങളെ ഓർത്ത് എൻട്രിക്കിന് സംശയങ്ങൾ ഉണ്ടായേക്കാം. അത് മുതലെടുക്കാൻ തന്നെയാണ് മറ്റു ടീമുകൾ കാത്തിരിക്കുന്നതും. പ്രീ സീസൺ മത്സരങ്ങളിൽ നടത്തിയ മികച്ച പ്രകടനത്തിന്റെ ബലത്തിൽ താരത്തിന് ടീമിൽ ഒരു സ്പേസ് ഉണ്ടാക്കാനായാൽ പുതിയ താരങ്ങളെ എത്തിക്കാൻ റയലിന് പ്ലാൻ ബി നോക്കേണ്ടി വരും. ഫുൾഹാമിലേക്ക് പിറ്റാർച്ചിനെ എത്തിക്കാൻ അർബലോ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇരു കൂട്ടർക്കുമിടയിലെ ചർച്ച ധാരണയിൽ എത്തിയില്ല എന്നാണ് പുതിയ അപ്ഡേറ്റ്. ഇനി പിറ്റാർച്ച് പോയാലും റയലിന് ഫസ്റ്റ് ടീമിൽ സ്ലോട്ട് ഒഴിഞ്ഞു കിട്ടില്ല. കാരണം അക്കാദമി താരങ്ങൾക്ക് സാധാരണയായി നൽകി വരുന്ന പ്രൊമോഷൻ വഴിയാണ് താരം കഴിഞ്ഞ സീസൺ സീനിയർ ടീമിന്റെ ഭാഗമായത്. അതുകൊണ്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ പെരസ് ഇറക്കാൻ പോകുന്ന പോളിസി എന്തെന്ന് കാത്തിരുന്നു കാണേണ്ട ഒന്നാണ്. ഷഫിൾ ചെയ്ത ആ ഒരു റുബിക്സ് ക്യൂബ് പോലെയായിരുന്നു കഴിഞ്ഞ 2 സീസണുകളിലെ റയൽ. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരവസ്ഥ. അതിനെ തിരിച്ചും മറിച്ചും അറേഞ്ച് ചെയ്യാൻ ഉറച്ചാണ് മൗറീനോ മാഡ്രിഡിലേക്ക് രണ്ടാമതും വണ്ടി കയറിയത്. അതിനുള്ള ഫോർമുല അയാൾക്ക് മനഃപ്പാടമാണ്. ഇനി അറിയേണ്ടത് അയാളുടെ വേഗമാണ്. എത്ര സമയം കൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുമെന്ന് കണ്ടറിയണം. കളിച്ച 2 പ്രീ സീസൺ മത്സരങ്ങളിൽ ഒരു ജയവും ഒരു സമനിലയുമാണ് റയലിന്റെ ബലം. എന്നാൽ കംപ്ലീറ്റ് സീനിയർ ടീമിനെ ഉൾപ്പെടുത്തിയല്ല റയൽ ഈ 2 മത്സരവും കളിച്ചതെന്ന് കൂടി ഓർക്കണം. ആദ്യ വരവിലേതിന് പോലെ ഒരു ഗംഭീര സ്റ്റാർട്ട് മൗറീനോയ്ക്ക് ഇക്കുറിയും കിട്ടുമോ, അതോ പെരസിന്റെ പിഴച്ചൊരു നീക്കമായി ഈ 2ാം വരവ് അടയാളപ്പെടുത്തുമോ? കാത്തിരുന്ന് കാണാം.